നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസ്ക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. വിത്ത് 47 വോട്ട്സ് ചമ്പൈ സോറൻ ഗവൺമെന്റ് വിൻസ് ഫ്ലോർ ടെസ്റ്റ് ഇൻ ജാർഖണ്ഡ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് നിങ്ങൾ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ ജാർഖണ്ഡിലെ ഫോർമർ CM ആയിരുന്നു ഹേമന്ത് സോറൻ. അദ്ദേഹം രാജിവെച്ച് പുതിയ ഈ പറഞ്ഞ പോലെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ചമ്പൈ സോറൻ അവിടെ അധികാരത്തിലേറുകയും അതിന്റെ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഫോളോ ഓൺ എന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ പോലെ അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഫ്ലോർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയും അതിൽ ഈ പറഞ്ഞ പോലെ ചമ്പൈ സോറൻ ഗവൺമെന്റ് വിൻ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിൾ തീർച്ചയായിട്ടും നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും. ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളതും. അതേ സമയത്ത് ഇത് ഇത്രത്തോളം വാർത്ത ശ്രദ്ധീകരിച്ച ഒരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രിലിംസിനകത്തും ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിന് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനായിട്ടുള്ളത് എന്താണ് ഈ ഫ്ലോർ ടെസ്റ്റ് എന്നുള്ള കാര്യം പഠിച്ചിരിക്കാം. ഫ്ലോർ ടെസ്റ്റ് ഇസ് എ കോൺഫിഡൻസ് മോഷൻ ഫോർ ഓർ അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ് ഇൻ എ ഹൗസ്. അതായത് ഇവിടെ പറഞ്ഞ രീതിയിൽ ഓൾറെഡി ഇപ്പം അധികാരത്തിലുള്ള ഒരു സർക്കാരാകാം അല്ലെങ്കിൽ പുതിയതായിട്ട് അധികാരത്തിലേക്ക് വന്നൊരു ഗവൺമെന്റ് ആകാം. അവിടെ ഈ പറഞ്ഞ പോലെ ആ ഒരു സഭയിൽ അവരുടെ കോൺഫിഡൻസ് മോഷൻ തെളിയിക്കാനായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഫ്ലോർ ടെസ്റ്റ് എന്നുള്ളൊരു കാര്യം ഓർക്കാം. ആൻഡ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം അണ്ടർ വിച്ച് ചീഫ് മിനിസ്റ്റർ അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ ക്യാൻ ബി ആസ്ക്ഡ് ടു പ്രൂവ് ദ മജോറിറ്റി ഓഫ് ദ ഫ്ലോർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ് വെൻ ദ മജോറിറ്റി ഈസ് ക്വസ്റ്റ്യൻ. അതായത് അധികാരം ഈ പറഞ്ഞ പോലെ ഓരോ നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെടുന്ന വരുന്ന എം എൽ എസ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു MLAs എല്ലാവരുടെ ഈ പറഞ്ഞ പോലെ ഒരു ഭൂരിഭാഗം MLAമാരുടെയും സപ്പോർട്ട് നിലവിലെ ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ ഫ്ലോർ ടെസ്റ്റ് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ടാണ് ഇതിനെ കോൺഫിഡൻസ് മോഷൻ എന്ന രീതിയിലും അറിയപ്പെടുന്നത്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ആരുടെ കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ ആരുടെ ഈ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ആണ് തെളിയിക്കപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ അധികാരത്തിലേറിയ ആ ഒരു പുതിയ സർക്കാരിന്റെ കോൺഫിഡൻസ് ആണ് ആ ഒരു ഫ്ലോറിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇതിന് ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് ബേസിക് ഒബ്ജക്റ്റീവ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ടു സീ ദ എക്സിക്യൂട്ടീവ് എൻജോയ്സ് ദ കോൺഫിഡൻസ് ഓഫ് ദ ലെജിസ്ലേച്ചർ. ഇപ്പൊ ലെജിസ്ലേച്ചർ ഈ പറഞ്ഞ പോലെ ആ ഒരു എക്സിക്യൂട്ടീവ് മന്ത്രിസഭയ്ക്ക് ഈ പറഞ്ഞ പോലെ ലെജിസ്ലേച്ചറിന്റെ പിന്തുണയുണ്ടോ അല്ലെങ്കിൽ ഭൂരിഭാഗം MLAമാരുടെയും പിന്തുണയുണ്ടോ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളൊരു കാര്യം ഓർക്കാം. ആൻഡ് ഇസ് പ്രിസൈഡഡ് ബൈ ദ സ്പീക്കർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരിക്കും ആ ഒരു മോഷൻ ഈ പറഞ്ഞ പോലെ ഹെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിസൈഡ് ചെയ്യുന്ന ഒരു കാര്യം ഓർക്കുക. ദെൻ ഈ പറഞ്ഞ പോലെ ഇൻ കേസ് ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു സർക്കാർ ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ പറ്റിയില്ല, കോൺഫിഡൻസ് മോഷൻ അല്ലെങ്കിൽ ഫ്ലോർ ടെസ്റ്റ് നടന്നപ്പോഴേക്കും ആ ഒരു മിനിമം സപ്പോർട്ട് എങ്കിലും കിട്ടാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ റിസൈൻ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പോയിന്റ് ഓർത്ത് വെച്ചാൽ എൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിസൈൻ ചെയ്യാനായിട്ട് വരും. ഓക്കെ, ഇതിനൊരു എക്സംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇൻ കേസ് ഭരിക്കുന്ന ഗവൺമെന്റ് ഇപ്പം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ പല കോയലീഷൻസ് ഉണ്ടാവും. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഇന്റേണൽ പാർട്ടി ഡിസ്പ്യൂട്ട്സോ അല്ലെങ്കിൽ ഇൻട്രാ പാർട്ടി ഡിസ്പ്യൂട്ട്സോ ഈ പറഞ്ഞ പോലെ ഈ ഒരു സോൾവ് ചെയ്യാനായിട്ടുള്ള മീഡിയമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഫ്ലോർ ടെസ്റ്റിനെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത് ഓൾറെഡി തന്നെ സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ എക്സംഷൻസ് ഓർത്തിരിക്കുക. ഇൻട്രാ പാർട്ടി ഡിസ്പ്യൂട്ട്സോ അല്ലെങ്കിൽ ഇന്റേണൽ പാർട്ടി ഡിസ്പ്യൂട്ട്സോ ഈ പറഞ്ഞ പോലെ ഒരു തെളിയിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനു ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഈ ഫ്ലോർ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നൊരു പോയിന്റ് ഓർമ്മ വെച്ചേക്കാം. ബേസിക് ഒബ്ജക്റ്റീവ് ടു എൻജോയ് ദ കോൺഫിഡൻസ് ഓഫ് ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവിന് ലെജിസ്ലേച്ചറിന്റെ കോൺഫിഡൻസ് ഉണ്ടോ എന്ന് തെളിയിക്കാനായിട്ടാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. ഇത് പ്രിസൈഡ് ചെയ്യുന്ന സ്പീക്കറാണ്. ദെൻ ഇൻ കേസ് ഫ്ലോർ ടെസ്റ്റിനകത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞ റിസൈൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം, ഇൻക്ലൂഡിംഗ് ചീഫ് മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എല്ലാവരും റിസൈൻ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇതിന്റെ എക്സംഷൻസ് ഓർക്കണം. ഇൻട്രാ പാർട്ടി ഡിസ്പ്യൂട്ട്സോ ഇന്റേണൽ പാർട്ടി ഡിസ്പ്യൂട്ട്സോ തെളിയിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഓൾറെഡി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇതിനകത്ത് ഗവർണറുടെ റോള് പലപ്പോഴും ചോദ്യം വന്നേക്കാം. ഇൻ കേസ് ഈ പറഞ്ഞ പോലെ ഗവർണർക്ക് സ്വമേധയാ ഒരു ഗവൺമെന്റിനോട് നിങ്ങൾ ഫ്ലോർ ടെസ്റ്റ് നടത്തണം എന്ന രീതിയിൽ പറയാൻ പറ്റുമോ, ആവശ്യപ്പെടാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കണം. ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു 1994 SR ബൊമ്മായി കേസിലും അതേപോലെ 2015 നബം റേബിയ കേസിലും ഒക്കെ തന്നെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. വെൻ ദ ഗവർണർ ഹാസ് ഒബ്ജക്റ്റീവ് റീസൺസ് ടു ബിലീവ് ദാറ്റ് ദ ഇൻകംബന്റ് ഗവൺമെന്റ് ഡസ് നോട്ട് കമാൻഡ് ദ കോൺഫിഡൻസ് ഓഫ് ദ ഹൗസ്, ഹിസ് കോൾ ഫോർ എ ഫ്ലോർ ടെസ്റ്റ് ഇൻ ഹിസ് ഡിസ്ക്രിപ്ഷൻ കനോട്ട് ബി ടേംഡ് ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ. അതായത് ഗവർണർക്ക് ഒരു സംശയം വരികയാണ്, ഒബ്ജക്റ്റീവ് റീസൺസ് പ്രകാരം അദ്ദേഹത്തിന് ഒരു സംശയം വരികയാണ്, പുതിയതായിട്ട് അധികാരത്തിൽ വന്ന ഗവൺമെന്റിന് ഈ പറഞ്ഞ പോലെ സഭയുടെ മിനിമം സപ്പോർട്ട് കിട്ടുമോ എന്നുള്ള രീതിയിലേക്ക് ഒരു സംശയം വരികയാണെങ്കിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം, ഫ്ലോർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാം. ആ ഒരു കാര്യത്തിലുള്ള ഗവർണറുടെ ഡിസ്ക്രിപ്ഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതി പ്രധാനമായിട്ട് 2 ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 94 SR ബൊമ്മായി കേസിലും അതേപോലെ 2015 നബം റേബിയ കേസിലും പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ഓർമ്മ വെച്ചേക്കാം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഫ്ലോർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറയുക എന്നുള്ള രീതിയിൽ ഗവർണർക്ക് ഡിസ്ക്രിഷണറി പവർ ഉണ്ടെന്നുള്ളൊരു പോയിന്റും കൃത്യമായിട്ട് നമ്മൾ മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ,
ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. എന്താണ് ആ ഒരു ഫ്ലോർ ടെസ്റ്റ്, അതിന്റെ ലീഗൽ വാലിഡിറ്റി കാര്യങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. രണ്ടാമത്തെ ആർട്ടിക്കിളും ഒരു എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ്. കാരണം ഒരു എക്കണോമിക് സെഷൻ ആയിട്ട് ഇതിനെ പറയേണ്ടി വരും. കോഡെക്സ് കമ്മിറ്റി ഓൺ സ്പൈസസ് ആൻഡ് കുലിനറി ഹെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ കുലിനറി ഹെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഐറ്റംസിലൊക്കെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഹെർബ്സ് ആണ് ഫോർ ദ അരോമാറ്റിക് റീസൺസ്. ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റും അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലും ആ ഒരു അരോമാറ്റിക് ഫ്ലേവർ ഒക്കെ തന്നെ ഫുഡ് ഐറ്റംസിന് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഹെർബ്സിനെയാണ് ഈ കുലിനറി ഹെർബ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ് ഒക്കെ ആ ഒരു ഗണത്തിലേക്ക് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. സ്പൈസസ് ഓൾറെഡി നമുക്ക് കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും സെവൻത് സെഷൻ ഓഫ് ദ കോഡെക്സ് കമ്മിറ്റി ഓൺ സ്പൈസസ് ആൻഡ് കുലിനറി ഹെർബ്സ് വർ കണ്ടക്ടഡ് ഇൻ കൊച്ചിയിലായിരുന്നു ഈ വർഷത്തെ ആ ഒരു സെവൻത് സെഷൻ ഓഫ് കോഡെക്സ് കമ്മിറ്റി ഉണ്ടെന്നൊരു പോയിന്റ് നടത്തി എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീജിയണൽ കമ്മിറ്റി അല്ല. എന്താണ് ഇതിന്റെ പ്രാധാന്യം, ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം അറിയിക്കുന്നത്? കാരണം കോഡെക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കോഡെക്സ് എലമെന്റേറിയസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ 2013 തൊട്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു സെഷൻ ആണെന്നുള്ളൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ഇതൊരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സെഷൻ കൂടിയാണ്. കാരണം ഇങ്ങനെ ഈ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ആനുവലി ഒക്കെയാണെങ്കിൽ ഇത്തരത്തിലുള്ള സെഷൻസ് കണ്ടക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ഫോർമുലേറ്റിംഗ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഫോർ സ്പൈസസ് ആൻഡ് കുലിനറി ഹെർബ്സ്. ഓക്കെ, ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സ്പൈസസിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ കുലിനറി ഹെർബ്സിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സെഷൻസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് പറയപ്പെടുന്നത്. ദെൻ ഈ ഒരു സെഷൻ ബേസിക്കലി ഈ പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന കോഡെക്സ് എലിമെന്റേറിയസ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് നമ്മൾ പറഞ്ഞു. ഈ ഒരു ഇത്തരത്തിലുള്ള കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 1963 ബൈ FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആൻഡ് WHO FAOയും കൂടെ ചേർന്നിട്ട് 1963 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ജോയിന്റ് കമ്മീഷനാണ് ഈ കോഡെക്സ് എലിമെന്റേറിയസ് കമ്മീഷൻ. ഈ കോഡെക്സ് എലിമെന്റേറിയസ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആണ്, മീൻസ് ഫുഡ് കോഡ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഗ്ലോബലി ഈ പറഞ്ഞ പോലെ ഇപ്പം പറയുവാണെങ്കിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ പല രാജ്യങ്ങളിലേക്ക് ഈ പറഞ്ഞ കയറ്റുമതി ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി സ്പൈസസിന്റെ കാര്യം നോക്കിയാൽ മതി. ഇന്ത്യ ആ ഒരു മേഖലയിൽ വലിയൊരു എക്സ്പോർട്ടർ കൂടിയാണ്. അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്ന പല സ്പൈസസ് നമ്മൾ പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഈ പറഞ്ഞ സ്പൈസസിന് ഒരു യൂണിഫോം കോഡ്, ഒരു യൂണിഫോം ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ കമ്മീഷൻസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് പറയപ്പെടുന്നത്. ഇതൊരു ഗ്ലോബൽ ലെവല് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്ന കമ്മീഷൻ എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചേക്കുക. ഇന്ത്യ മാത്രമല്ല 189 രാജ്യങ്ങൾ ഈ ഒരു കമ്മീഷന്റെ പരിധിയിനകത്തുണ്ട്, അല്ലെങ്കിൽ ഇതിന് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഇന്ത്യ 1964 ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തത്. അപ്പൊ പറയുവാണെങ്കിൽ ഇന്ത്യ ഒരു തുടക്കത്തിൽ തന്നെ ഒരു മെമ്പർ ആണെന്ന് വേണമെങ്കിൽ, ഒരു ഇനീഷ്യൽ മെമ്പർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന റോമിലാണ്, ഇറ്റലിയിലെ റോമിലാണ് ഈ ഒരു കോഡെക്സ് എലിമെന്റേറിയസ് കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ബേസിക് ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു, ടു ഫോർമുലേറ്റ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫുഡ് സ്റ്റാൻഡേർഡ്സ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ബേസിക് ഒബ്ജക്റ്റീവ്. ദെൻ ഈ ഒരു കമ്മീഷനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സെഷനകത്തൊക്കെ വരുന്ന ഈ പറഞ്ഞ സജഷൻസും കാര്യങ്ങളും വോളണ്ടറി ഇൻ നേച്ചർ ആണ്, അല്ലാണ്ട് അതൊരു ബൈൻഡിങ് അല്ല എന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ട് തന്നെ മിക്ക രാജ്യങ്ങളോട് നിങ്ങൾ ഇന്ന സ്റ്റാൻഡേർഡ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ സെഷൻസിനകത്ത് ഈ പറഞ്ഞ പോലെ നിർദ്ദേശങ്ങളൊക്കെ വരും. അതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, രാജ്യങ്ങൾക്ക് കേട്ടാൽ മതി. അത് കേട്ടില്ല, അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനോ കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ബട്ട് ഫുഡ് ഐറ്റംസിന് മുഖാന്തരമുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മിനിമം സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തില്ലെങ്കിൽ രാജ്യങ്ങളൊന്നും നമ്മുടെ രാജ്യത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, രാജ്യങ്ങളെല്ലാവരും തന്നെ ഇവരിൽ പറയുന്ന ഈ കോഡുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി അംഗീകരിച്ചോളും. കാരണം അംഗീകരിച്ചില്ല എങ്കിൽ ആ രാജ്യത്തു നിന്നും ഈ പറഞ്ഞ പോലെ ഫുഡ് ഐറ്റംസ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് മിക്ക രാജ്യങ്ങളും സമ്മതിക്കാറില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി വന്നോളും. സോ ഈവൻ ദോ ബൈൻഡിംഗ് എന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടിയും മിക്ക രാജ്യങ്ങളും ഇതും അക്സെപ്റ്റ് ചെയ്തോളും. എന്നാൽ ഓർത്തിരിക്കുക, ഇതിനകത്ത് വരുന്ന സജഷൻസ് ഒക്കെ തന്നെ എങ്ങനെയാണ്, വോളണ്ടറി ഇൻ നേച്ചർ ആണ്. ഓക്കെ, ഇന്ത്യ ബിക്കേം എ മെമ്പർ ഇൻ 1964 ഇന്ത്യ ഇതിന്റെ മെമ്പർ ആയത് മാറിയത്. അത്രയാണ് ആ ഒരു ടോപ്പിക്കിനകത്തുള്ളത്. ചെറിയൊരു ടോപ്പിക്കാണ്, പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ആർട്ടിക്കിളാണ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിലാണെങ്കിൽ ഏറെക്കുറെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് ആണ് നമുക്ക് കൂടുതലും കാണാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് കോഡെക്സ് കമ്മിറ്റി ഓൺ സ്പൈസ് ആൻഡ് കുലിനറി ഹെർബ്സ് ഇത് ഈ പറഞ്ഞ 2013 കോഡെക്സ് എലിമെന്ററീസ് കമ്മീഷൻ നേതൃത്വത്തിൽ വന്നതാണ്. ഈ ഒരു കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 63 ബൈ FAO ആൻഡ് WHO. ഹെഡ് ക്വാർട്ടേഴ്സ് റോമിലാണ്. ഇന്ത്യ ഇതിന്റെ ഒരു ഇനീഷ്യൽ മെമ്പർ എന്ന് പറയാം. 1964 തന്നെ ഇന്ത്യ ഇതിന്റെ മെമ്പർ ആയതാണ്. ഈ ഒരു കമ്മീഷനകത്തൂടെ വരുന്ന സജഷൻസും കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ നേച്ചർ എങ്ങനെയാണ്, വോളണ്ടറി നേച്ചർ ആണ്, നോട്ട് ബൈൻഡിങ് എന്നുള്ളൊരു പോയിന്റും മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ദെൻ അടുത്തൊരു ആർട്ടിക്കിളാണ് ഗഡ്ക മാർഷൽ ആർട്ട് എന്നുള്ളത്. അപ്പം ഇത് നമുക്ക് പ്രിലിംസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആകാവുന്ന സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഗഡ്ക മാർഷൽ ആർട്ട്. കാരണം ഇതിനു മുമ്പും UPSC പലതവണ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ പെർസ്പെക്റ്റീവിൽ മാർഷൽ ആർട്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആടിയിട്ടുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത വരാൻ, ഈ ഒരു ഗഡ്ക മാർഷൽ ആർട്ടിനെ കുറിച്ചൊരു വാർത്ത വരാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനകത്ത് പഞ്ചാബിന്റെ ഗഡ്ക ടീം നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പ്രാധാന്യമുണ്ട് ഈ ഗഡ്ക
മാർഷൽ ആർട്ടിനെ കുറിച്ചിട്ട്. സോ ഗഡ്ക ഇസ് എ സ്റ്റൈൽ ഓഫ് സ്റ്റിക്ക് ഫൈറ്റിംഗ്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചുള്ള ഒരു ഫൈറ്റ് ആണ് ബേസിക്കലി ഗഡ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റൈൽ ഓഫ് സ്റ്റിക്ക് ഫൈറ്റിംഗ് വിത്ത് വുഡൻ സ്റ്റിക്സ് ഇന്റൻഡഡ് ടു സ്റ്റിമുലേറ്റ് സ്വാർഡ്സ്, വൺ ഓഫ് ദ ബേസിക് ടെക്നിക്സ് ഓഫ് സെൽഫ് ഡിഫൻസ് ഫോർ സിഖ് വാരിയേഴ്സ്. സിഖ് വാരിയേഴ്സിന്റെ സെൽഫ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാർഷൽ ആർട്ടാണ് ഈ ഗഡ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആൻഡ് ദ മാർഷൽ ആർട്ട് ഇൻ വിച്ച് ഗഡ്ക ഇസ് യൂസ്ഡ് ആസ് എ വെപ്പൺ ഫോർ സെൽഫ് ഡിഫൻസ് ഇസ് കോൾഡ് ഗഡ്ക ബാസി ഓർ ഗഡ്ക ബാസി എന്നുള്ള രീതിയിലാണ് ആ മാർഷൽ ആർട്ടിന്റെ പേര്. ഗഡ്ക എന്ന് പറയുന്ന സ്റ്റിക്ക് ഫൈറ്റിംഗിന് പറയുന്ന പേരാണ്, സ്റ്റൈൽ ഓഫ് സ്റ്റിക്ക് ഫൈറ്റിംഗ് ആണ്. അത് ഉപയോഗിക്കുന്ന മാർഷൽ ആർട്ടിന് പറയുന്ന പേരാണ് ഗഡ്ക ബാസി എന്നുള്ളൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഇതിന്റെ ഒറിജിൻ പോയി നിൽക്കുന്നത് ഗുരു ഗോവിന്ദ് ദാസുമായിട്ട് ബന്ധപ്പെട്ടാണ്. സിഖ് ഗുരുക്കളിൽ ഈ പറഞ്ഞ സിക്സ്ത് സിഖ് ഗുരുവാണ് ഗുരു ഗോവിന്ദ് ദാസ്. അദ്ദേഹമാണ് ഈ പറഞ്ഞ പോലെ ഗഡ്ക സിക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റ് ഓർത്തിരിക്കാം. ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അതർ മാർഷൽ ആർട്ട് ഫോംസ് ഇൻ ഇന്ത്യയെ കുറിച്ച് അറിഞ്ഞിരിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കേരളത്തിൽ നിന്നുള്ള കളരിപ്പയറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു തവണ UPSC ചോദിച്ചതാണ്, ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. തമിഴ്നാടിന്റെ ഇത്തരത്തിലുള്ള മാർഷൽ ആർട്ടാണ് സിലമ്പം. ദെൻ ഈ പറഞ്ഞ പോലെ മണിപ്പൂരിന്റെ തങ്ത, നമ്പർ ഓഫ് ടൈംസ് UPSC ചോദിച്ചിട്ടുള്ളതാണ് ഈ തങ്ത മണിപ്പൂരിനെ കുറിച്ചിട്ട്. തങ്ത മണിപ്പൂർ എന്നുള്ളൊരു പോയിന്റ് ഓർക്കാം. നമ്മുടെ കളരിപ്പയറ്റ് കേരളം, സിലമ്പം തമിഴ്നാടും, താങ്ത മണിപ്പൂരിന്റെ കാര്യമാണ്. ദെൻ ലാത്തി പഞ്ചാബ് ആൻഡ് ബംഗാളിൽ കാണപ്പെടുന്നു. ദെൻ മർദാനി കേൽ മഹാരാഷ്ട്രയിലെ ഒരു മാർഷൽ ആർട്ട് ഫോം ആണ്. അതിനുശേഷം ഈ പറഞ്ഞ പാരിക് തണ്ട എന്ന് പറയുന്ന ബീഹാറിലെയും ഒരു ആർട്ട് ഫോം ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള മാർഷൽ ആർട്സ് എന്തുകൊണ്ട് അറിഞ്ഞിരിക്കുക, ഒരു ചെറിയൊരു ഓവർവ്യൂ എങ്കിലും അറിഞ്ഞിരിക്കുക നല്ലതായിരിക്കും. കാരണം ഇത് 2014 UPSC ചോദിച്ചൊരു ചോദ്യമായിരുന്നു. വിത്ത് റെഫറൻസ് ടു ഇന്ത്യസ് കൾച്ചർ ആൻഡ് ട്രഡീഷൻ, വാട്ട് ഈസ് കളരിപ്പയറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ABCD ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യത വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ആൻസർ D ആണ് വരുന്നത്. ഇറ്റ്സ് ആൻ ഏൻഷ്യൻ മാർഷൽ ആർട്ട് ആൻഡ് ലിവിംഗ് ട്രഡീഷൻ ഇൻ സം പാർട്സ് ഓഫ് സൗത്ത് ഇന്ത്യ. ഓക്കെ, ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഈ മാർഷൽ ആർട്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എസ്പെഷ്യലി വാർത്തയിലുള്ള മാർഷൽ ആർട്സ് എങ്കിലും കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ആർട്ടിക്കിൾ വരുന്ന ഡീസെൻട്രലൈസ്ഡ് നോൺ ഫഞ്ചിബിൾ ടോക്കൺസിനെ കുറിച്ചിട്ടാണ്. കാരണം എന്താണ് ഇതും UPSC നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്നൊക്കെ പറയുവാണെങ്കിൽ. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻവെൻഷൻസ് ഒക്കെ തന്നെ ഡിജിറ്റൽ രീതിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ തന്നെ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത്, ഇതിന്റെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ആ കണ്ടുപിടിച്ച വ്യക്തികളുടെ പേരിൽ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ ഇത് പല രീതിയിൽ ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ആയിട്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ അസറ്റുകളുടെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ അഡോപ്ഷൻ രീതി നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നതാണ് ഈ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ്. ഓക്കെ, അപ്പോൾ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ അസറ്റ്സിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എസ്പെഷ്യലി ഇപ്പോൾ പാട്ടുകൾ, മ്യൂസിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഡ്രോയിങ്, ഒരു ഡിജിറ്റൽ ഡ്രോയിങ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ ഇത് നമുക്കൊരു തെളിവില്ല, ഇത് ആരാണ് വരച്ചത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഇത് മറ്റു പലരും ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാനായിട്ടുള്ള, നമ്മുടെ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരു സൗകര്യമാണ് ഈ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്നുള്ളൊരു കാര്യം ഓർമ്മയിൽ വെച്ചേക്കാം. അപ്പോൾ ഇവിടെ വാർത്ത വന്നിരിക്കുന്ന മൂവി ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള മൂവി ഹൗസുകൾ അവരുടെ നിർമ്മാണ കമ്പനികൾ, ഈ പറഞ്ഞ പോലെ സിനിമാ നിർമ്മാണ കമ്പനികൾ അവരുടെ ഫിലിംസ് ഒക്കെ തന്നെ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് ഉപയോഗിച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്ന രീതിയിലേക്ക് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് ഡിജിറ്റൽ അസറ്റ് ആണ്. നോൺ ഫഞ്ചിബിൾ ടോക്കൺ ഇസ് എ ഡിജിറ്റൽ അസറ്റ് ദാറ്റ് റെപ്രസെന്റ്സ് ഓണർഷിപ്പ് ഓർ എ പ്രൂഫ് ഓഫ് ഓതന്റിസിറ്റി ഫോർ എ സ്പെസിഫിക് ഐറ്റം, ഓഫൺ ഇൻ ദ ഫോം ഓഫ് ഡിജിറ്റൽ ആർട്ട് ആകാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മ്യൂസിക്, വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെക്നോളജിയാണ് NFT അഥവാ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്നുള്ള കാര്യം ഓർക്കാം. ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ സെക്യൂർ ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് പറയേണ്ടി വരും. കാരണം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ തന്നെ. അപ്പോൾ അതേ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് ആരും ഉപയോഗിക്കുന്നത്, ഈ NFT അഥവാ നോൺ ഫഞ്ചിബിൾ ടോക്കൺസും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണർഷിപ്പിന്റെ കാര്യത്തിലേക്ക് സെക്യൂരിറ്റി ഉണ്ടാവും. യുണീക്ക് ആൻഡ് അൺചേഞ്ചബിൾ കോഡിലൂടെ ആയിരിക്കും ഈ ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ച് ഇതിന്റെ ഓണർഷിപ്പ് റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അത്രത്തോളം സെക്യൂർഡ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് യൂണീക്നെസ്, ഇൻഡിവിസിബിലിറ്റി ആൻഡ് ഓണർഷിപ്പ് ആൻഡ് ഓതന്റിസിറ്റി. ഇത് പൊതുവിൽ ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. യുണീക്ക് ആയിരിക്കും, ഇൻഡിവിസിബിൾ ആണ്, ഓണർഷിപ്പ് ആൻഡ് ഒതന്റിസിറ്റി ഒക്കെ തന്നെ കൃത്യമായിട്ടും ലെജിറ്റിമേറ്റ് ആയിട്ടും സർട്ടിഫൈഡ് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയാറ്. കാരണം ഇതേ ഫീച്ചർ തന്നെയാണ് ക്രിപ്റ്റോ കറൻസിയുടെ കാര്യത്തിലേക്കും വരുന്നത്. അപ്പോൾ എന്താണ് നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ അസറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയാണ് നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടും മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.